നമസ്കാരം, SBC ഇവന്റ്സിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ് ശിവൻ. പുഷ്പമേള, തിരുവല്ല പുഷ്പമേള 5ാമത്തെ ദിവസം എത്തുമ്പോൾ ഇതിന്റെ ഒരു അവലോകനത്തിന് വേണ്ടി കമ്മിറ്റിയുടെ സബ് കൺവീനറായ അജിത് തമ്പാൻ നമ്മളോടൊപ്പം ചേരുന്നു. അജിത് തമ്പാന്റെ ഇന്റർവ്യൂ ആണ് നമ്മളുമായിട്ട്. സാറേ, നമ്മുടെ എങ്ങനെയുണ്ട് ഈ പുഷ്പമേള കാര്യങ്ങൾ? ഇത് എത്രാമത്തെ ദിവസമാണ്? ഇന്ന് ഏതാണ്ട് 5ാമത്തെ ദിവസമാണ് ഈ പുഷ്പമേള തുടങ്ങിയിട്ട്. ഈ പുഷ്പമേള കാണാൻ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, കേരളത്തിൽ എണ്ണപ്പെട്ട പുഷ്പമേള, തിരുവല്ല ഇന്നേ വരെ ദർശിക്കാത്ത ഏറ്റവും മികച്ച പുഷ്പമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുഷ്പമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളണ്ട്, വിയറ്റ്നാം, ഇക്വഡോർ, കെനിയ വിവിധ സ്ഥലങ്ങളിൽ നിന്നിറങ്ങിയ വിദേശ പൂക്കള് ഈ പുഷ്പമേളയുടെ വലിയൊരു ഭാഗമാണ്. AC-യിൽ പ്രത്യേകം ക്രമീകരിച്ചെടുത്ത് ഈ പൂക്കളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പുഷ്പമേള ദർശിക്കാൻ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 1,00,000 പേരാണ് ഞങ്ങളുടെ കഴിഞ്ഞ മുന്നത്തെ വർഷം ഈ പുഷ്പമേള കാണാൻ ഞങ്ങളുടെ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അതിനെ മറികടന്ന് ഇത് ഈ പ്രാവശ്യം അതിൽ കൂടുതൽ ആൾ എത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏതാണ്ട് 25,000-ൽ പരം ആൾക്കാര് ഈ പുഷ്പമേളയിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമ്മളിപ്പോ ഇരിക്കുന്ന ഫുഡ് കൗണ്ടർ അല്ലേ? നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. നല്ല നമുക്ക് സൗകര്യമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. എന്തെല്ലാമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്? ഇവിടെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏതാണ്ട് സ്ക്വയർ ഫീറ്റ് കൂട്ടി 20,000 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടുത്തെ ഈ ഫുഡ് കോർട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ വിഭവങ്ങള്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങള് എല്ലാം ഈ പുഷ്പമേളയിൽ നിങ്ങൾക്ക് ഇവർക്ക് ലഭ്യമാണ്. പ്രത്യേകിച്ച് പാൽക്കപ്പ, അപ്പം, മീൻകറി, ബീഫ്, അതുപോലെ ദം ബിരിയാണി, നോർത്ത് ഇന്ത്യൻ ഫുഡുകള്, ഇതെല്ലാം എന്ത് വേണേലും ഈ പുഷ്പമേളയിൽ വന്ന് നമുക്ക് ഇവിടെ ആസ്വദിച്ച് കഴിക്കാം. അതുപോലെ വിവിധതരം ജ്യൂസുകൾ എല്ലാം ഈ പുഷ്പമേളയുടെ ഭാഗമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഐസ്ക്രീമിന്റെ പല വെറൈറ്റി ഉണ്ട്. എല്ലാ വെറൈറ്റി ഐറ്റം ഉണ്ട്. വാനില മുതൽ എല്ലാ വെറൈറ്റി ഉണ്ട്. സാറിന്റെ എന്താണ്? ഞാൻ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. എങ്ങനെയുണ്ട് വാഹനങ്ങൾ പാർക്ക് എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണം ഇതിന്റെ വടക്ക് ഭാഗത്തുള്ള തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഞങ്ങളോട് എല്ലാ കാര്യത്തിലും നല്ലോണം സഹകരിക്കുന്നുണ്ട്. എത്ര വാഹനങ്ങൾ വന്നാലും പ്രത്യേക സെക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് സെക്യൂരിറ്റി അവിടെ നിർത്തിയിട്ടുണ്ട്. എത്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. ഈ കമ്മിറ്റി ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി ഇവിടെ വരുന്ന എല്ലാവർക്കും പുഷ്പമേള കാണുവാനുള്ള വാഹന സൗകര്യങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ബസ്സുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ബസ്സുകൾ പ്രത്യേക ഓട്ടോ സ്റ്റാൻഡുകൾ അനുവദിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഒരു ഏറ്റവും മികച്ച ഈ വർഷത്തെ ഏറ്റവും മികച്ച പുഷ്പമേളയാണ്. ഇനിയും വരാത്തവർക്ക് നഷ്ടമാണ്. ഭയങ്കര നഷ്ടം വരാൻ പോകുന്നത്. കാരണം ഇന്ന് വരെ തിരുവല്ല ഇതുവരെ ദർശിക്കാത്ത ഏറ്റവും മികച്ച പുഷ്പമേളയാണ്. അതുപോലെ തന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ വളരെ മികച്ചതാണ്. കേരളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കലാകാരന്മാരാണ് സജി ചെറിയാൻ സാർ വന്നിട്ട് പോയി. രമേശ് ചെന്നിത്തല. അതുപോലെ ഞങ്ങൾ പറയാൻ വന്നത് ഞങ്ങളുടെ കാർഷിക അവാർഡ്, ഡോക്ടർ ജേക്കബ് കാട്ടാശ്ശേരി കാർഷിക അവാർഡ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും വലിയ അവാർഡായിട്ട് ഇപ്പൊ അത് മാറിക്കഴിഞ്ഞു. അദ്ദേഹം ഇതിന്റെ പുഷ്പമേളയുടെ ആദ്യ സ്ഥാപകരിൽ ഒരാളാണ്. 25,000 രൂപയും അതുപോലെ പ്രശസ്തി പത്രം കൊടുക്കുന്നത്. അത് ഈ പ്രാവശ്യം സീതത്തോടുള്ള ഏറ്റവും മികച്ച ഒരു കർഷകൻ ശാമുകൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് ശ്രീ രമേശ് ചെന്നിത്തല നൽകി കഴിഞ്ഞു. അതുപോലെ രമേശ് ചെന്നിത്തല ഈ പുഷ്പമേള സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം. എല്ലാം TV കണ്ടു, പത്രത്തിൽ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം കണ്ടു നല്ലതായിരുന്നു. അതുപോലെ പിന്നെ വിവിധ പള്ളികളിൽ നിന്നും അതുപോലെ ക്ലബുകളിൽ നിന്നും എല്ലാം ഈ വാഹനങ്ങൾ പിടിച്ചാണ് ഇവിടെ ഇത് പുഷ്പമേള കാണാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം പന്തളം, ബദേൽ, മർത്തോമ ചർച്ചിൽ നിന്നൊക്കെ ഇവിടെ കുട്ടികൾക്ക് എന്തോ ഡിസ്കൗണ്ട് ഉണ്ടല്ലേ? കുട്ടികൾക്ക് ഡിസ്കൗണ്ട് പകുതി പൈസയിൽ കയറാം. അതുപോലെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ പാസ് ആണ്. അതൊക്കെ ഒരു 5 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാസ് എടുക്കുകയും വേണം. അതൊക്കെ ഒരു ഹൈലൈറ്റ്സ് ആയിരുന്നു. അതെ. അപ്പൊ എല്ലാവരും ആശംസകളും. ഓക്കെ, പരിപാടി ഭംഗിയായിട്ട് നടക്കട്ടെ.